യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 2 ചോദ്യങ്ങളാണ് പങ്കുവയ്ക്കപ്പെടുക. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 2 ആകെ എത്ര വാക്യങ്ങൾ? 25. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 2 തലക്കെട്ട് ഒന്നാമത്തേത് കാനായിലെ വിവാഹ വിരുന്ന്. എവിടെയാണ് 3-ാം ദിവസം വിവാഹ വിരുന്ന് നടന്നത്? ഗലീലയിലെ കാനായിൽ. യേശുവും ശിഷ്യന്മാരും എന്തിനു ക്ഷണിക്കപ്പെട്ടിരുന്നു? വിരുന്നിന്. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ ആരോടാണ് അക്കാര്യം പറഞ്ഞത്? യേശുവിനോട്. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് എന്താണ് പറഞ്ഞത്? അവർക്ക് വീഞ്ഞില്ല. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? ആര് ആരോട് പറഞ്ഞു? യേശു അമ്മയോട്. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ആര് ആരോട് പറഞ്ഞു? യേശുവിൻ്റെ അമ്മ പരിചാരകരോട്. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര കലഭരണികൾ അവിടെ ഉണ്ടായിരുന്നു? 6. ആരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികളാണ് അവിടെ ഉണ്ടായിരുന്നത്? യഹൂദരുടെ. ഓരോ കൽഭരണിയിലും എത്ര അളവ് വെള്ളം കൊള്ളുമായിരുന്നു? 2-3 അളവ്. ഭരണികളിൽ എന്ത് നിറയ്ക്കുവിൻ എന്നാണ് യേശു അവരോട് കൽപ്പിച്ചത്? വെള്ളം. ഭരണികളിൽ വക്കോളം നിറച്ചു കഴിഞ്ഞപ്പോൾ പകർന്ന് ആരുടെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്നാണ് യേശു പറഞ്ഞത്? കലവറക്കാരൻ്റെ. വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കിയത് ആര്? കലവറക്കാരൻ. ഏതുതരം വീഞ്ഞാണ് ആദ്യം വിളമ്പുന്നത്? മേൽത്തരം. യേശു എന്ത് വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം? തൻ്റെ മഹത്വം. ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതത്തെ തുടർന്ന് ആരാണ് യേശുവിൽ വിശ്വസിച്ചത്? ശിഷ്യന്മാർ. കാനായിൽ അത്ഭുതത്തെ തുടർന്ന് യേശു ആരോടുകൂടെയാണ് കഫർനാമിലേക്ക് പോയത്? തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി. കാനായിലെ അത്ഭുതത്തെ തുടർന്ന് യേശു എവിടേക്കാണ് പോയത്? കഫർനാമിലേക്ക്. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 2 2-ാമത്തെ തലക്കെട്ട് യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു. യഹൂദരുടെ എന്ത് അടുത്തിരുന്നതിനാലാണ് യേശു ജെറുസലേമിലേക്ക് പോയത്? പെസഹ. യേശു എന്തെല്ലാമാണ് ദേവാലയത്തിൽ കണ്ടത്? കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും. യേശു കയറുകൊണ്ട് എന്തുണ്ടാക്കി? ഒരു ചമ്മട്ടി ഉണ്ടാക്കി. യേശു കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം എന്തു ചെയ്തു? ആടുകളോടും കാളകളോടും കൂടി ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. യേശു നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും എന്ത് തട്ടിമറിക്കുകയും ചെയ്തു? മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് യേശു എന്താണ് കൽപ്പിച്ചത്? ഇവയെ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുവിൻ. ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ എന്ന് യേശു ആരോടാണ് കൽപ്പിച്ചത്? പ്രാവുകളെ വിൽക്കുന്നവരോട്. എന്ത് നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്നാണ് യേശു പറയുന്നത്? എൻ്റെ പിതാവിൻ്റെ ആലയം. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള എന്ത് എന്നെ വിഴുങ്ങിക്കളയുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? തീക്ഷ്ണത. ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? ആര് ആരോട് ചോദിച്ചു? യഹൂദർ യേശുവിനോട്. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, എത്ര ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കുമെന്നാണ് യേശു പറഞ്ഞത്? 3 ദിവസത്തിനകം. ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? ആര് ആരോട് ചോദിച്ചു? യഹൂദർ യേശുവിനോട്. ജെറുസലേം ദേവാലയം പണിയുവാൻ എത്ര സംവത്സരം എടുത്തു? 46. ദേവാലയം എന്നതുകൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചത്? തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റി. യേശു മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ എന്താണ് വിശ്വസിച്ചത്? വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും. പെസഹ തിരുനാളിന് യേശു എവിടെയായിരുന്നു? ജെറുസലേമിൽ. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച എന്ത് കണ്ടാണ് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചത്? അടയാളങ്ങൾ കണ്ട്. ആര് അവരെ വിശ്വസിച്ചില്ല എന്നാണ് യോഹന്നാൻ 2:24 പറയുന്നത്? യേശുവാകട്ടെ അവർ വിശ്വസിച്ചില്ല. കാരണം എന്ത്? അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റിയുള്ള ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. ആർക്ക്? യേശുവിന്. ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. യോഹന്നാൻ 2:25 പ്രകാരം പൂരിപ്പിക്കുക. മനുഷ്യനെ പറ്റി. മനുഷ്യനിലുള്ളത് എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിരുന്നത് ആര്? യേശു. യോഹന്നാൻ്റെ സുവിശേഷം 2:17 സമാനമായ വചനഭാഗം സങ്കീർത്തനങ്ങൾ 69:9. യോഹന്നാൻ്റെ സുവിശേഷം 2:19 സമാനമായ വചനഭാഗങ്ങൾ മർക്കോസ് 14:58, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6:14.